നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ ഹാർട്ട് നിൽക്കും, ECG ലൈൻ ഫ്ലാറ്റ് ആവും, ടോർച്ച് അടിച്ചിട്ട് നമ്മൾ സിനിമയിലെ ടോർച്ച് അടിച്ചിട്ട് കണ്ണ് ഡോക്ടർ നോക്കും, ഡൈലേറ്റഡ് ആയിട്ടിരിക്കും. ഇതാണ് നമ്മുടെ മരണം എന്നുള്ള സങ്കല്പം. അത് ഡോക്ടർമാർക്കായിരുന്നാലും സാധാരണക്കാർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആക്ച്വലി മസ്തിഷ്ക മരണം പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ MBBS കാലഘട്ടത്തിൽ ഞാൻ 98 MBBS ജോയിൻ ചെയ്ത ആളാണ്. അപ്പോൾ ഏകദേശം 30 വർഷത്തോളമായി. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് പോലും മസ്തിഷ്ക മരണം എന്താണെന്നോ എങ്ങനെ നിർണ്ണയിക്കപ്പെടണമോ എന്ന് പഠിപ്പിക്കുന്നില്ല. ആ ഒരു ലാക്ക് ഓഫ് നോളജ് അവിടെ ഇപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ മൊത്തം റോഡ് അപകട മരണങ്ങൾ നോക്കിയാൽ ഏകദേശം 4000 റോഡ് അപകടം, പക്ഷേ 25-30 മസ്തിഷ്ക മരണാനന്തര അവയവദാനമേ നടക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ അതിനോട്ട് മുന്നോട്ട് വരാനുള്ളൊരു ചങ്കൂറ്റവും മനുഷ്യ സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ പരസ്പര സഹായത്തിൻ്റെയും ഒരു ആർജവം ഉണ്ടല്ലോ, അതുള്ള ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറേ അവയവദാനങ്ങൾ നടന്നതന്നെ ലോകത്ത് തന്നെ കാണുന്ന എനിക്ക് സംശയമുണ്ട്. അതായത് സർക്കാർ സംവിധാനത്തിൽ ഒരു അവയവം ഒരു ആശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് സൗജന്യമായി കൊണ്ടുപോകുന്ന സംവിധാനം ലോകത്ത് എവിടെയും കാണില്ല. എല്ലാവരും ചാർജ് ചെയ്യും. കാരണം എനിക്കറിയാം, അമേരിക്കയിലൊക്കെ ഒരു ഓർഗൻ ട്രാൻസ്പോർട്ടിന് ആയിരക്കണക്കിന് ഡോളറാണ് ഓരോ ഈ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സുകാരെ ചാർജ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 300 ദാതാക്കളുടെ ഫാമിലി എനിക്കറിയാം കഴിഞ്ഞ 12 വർഷമായിട്ട്. അവരെല്ലാവരും പറയുന്നു, അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്ത് നന്നായി ഡോക്ടറെ, ഞങ്ങൾക്കിപ്പോൾ എൻ്റെ മകന് വേറൊരിലൂടെ കാണാം. ഞങ്ങൾക്ക് കിട്ടിയത്, എൻ്റെ ഒരു മകൻ മരിച്ചത് എനിക്ക് കിട്ടിയത് 6 മക്കളെയാണ്. ഓരോ മരണവും നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ്. അത് നമ്മുടെ ഉറ്റവരായാലും അപരിചിതരായാലും. വാഹനാപകടങ്ങളിൽപ്പെട്ട് നിത്യേന ജീവൻ പൊലിയുന്നത് നിരവധി പേർക്കാണ്. എന്നാൽ ആ വേദനിപ്പിക്കുന്ന വാർത്തകൾക്കിടയിലും നമ്മെ തേടിയെത്തുന്ന ചില നല്ല വാർത്തകളുണ്ട്. അത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ ബന്ധുക്കൾ തങ്ങളുടെ സങ്കട പെയ്ത്തിനിടയിലും എടുക്കുന്ന ചില ധീരമായ തീരുമാനങ്ങളാണ്. തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ, ഭർത്താവ്, തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നറിയുന്ന ആ നിമിഷം ആരായാലും വിറങ്ങലിച്ചു പോകും. എങ്കിലും തൻ്റെ ഉറ്റവൻ്റെ ശരീരത്തിലെ തുടിക്കുന്ന ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ മറ്റു നിരവധി പേർക്ക് ജീവനേകുമെന്ന് തിരിച്ചറിഞ്ഞ് അവ ദാനം ചെയ്യാൻ അവർ കാണിക്കുന്ന ഒരു വല്ലാത്ത ആത്മധൈര്യമുണ്ട്. ആ സമയത്തെടുക്കുന്ന ഏറ്റവും ധീരമായ തീരുമാനം. അത്തരം ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവയവദാനം എന്ന മഹത്തായ കർമ്മത്തിൽ മരണപ്പെട്ടവരുടെ ഉറ്റവരുടെ തീരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തേണ്ടത് അവരെ തന്നെയാണ്. അതോടൊപ്പം ഇതിന് പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ നിസ്വാർത്ഥമായ ഇടപെടലുകളും അവരുടെ കർമ്മങ്ങളുമുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ അത് ഡോക്ടർമാർ മുതൽ മെഡിക്കൽ ടീം, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീം ആവട്ടെ, പോലീസാവട്ടെ, ആംബുലൻസ് ഡ്രൈവർമാരാവട്ടെ, സന്നദ്ധ പ്രവർത്തകരാവട്ടെ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ നിമിഷ നേരം കൊണ്ടുള്ള ഒത്തുചേരലും അവരുടെ എല്ലാം മറന്നുള്ള ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനവുമാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള അവയവദാനം എന്ന മഹത്തായ പ്രവർത്തനത്തെ ഏറ്റവും സാക്രികമാക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ കേരളത്തിൽ ഏകോപിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSOTയാണ്. KSOTയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാറേ, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ വാർത്തകളിലൊക്കെ വളരെ സജീവമായി കേൾക്കുന്നതാണ്. നിരവധി മസ്തിഷ്ക മരണം സംഭവിക്കുന്ന നിരവധി പേര് അവരുടെ ഓർഗൻസ്, അവയവങ്ങൾ ദാനം ചെയ്യുന്നു എന്നുള്ളത്. പ്രത്യേകിച്ചും അവരുടെ ഈ ഏറ്റവും ഉറ്റ ആളുകൾ, ഒന്നുകിൽ ഭാര്യയാവാം, അല്ലെങ്കിൽ ഭർത്താവാം, അച്ഛനാവാം, അമ്മ, മക്കളാവാം. അവർ ഇത്തരം ഒരു കാര്യത്തിന് എടുക്കുന്ന ഒരു വല്ലാത്തൊരു മനസ്ഥൈര്യത്തോടു കൂടി, കാരണം സങ്കടങ്ങളുടെ ആ ഇരമ്പലിനിടയിലും വളരെ മനസ്ഥൈര്യത്തോടെ എടുക്കുന്ന
ആ ഒരു തീരുമാനം, ആ തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് വളരെ ഒരു വെല്ലുവിളിയാണ് ആക്ച്വലി. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ആകസ്മികവും അപ്രതീക്ഷിതവുമായ ഒരു മരണമാണിത്. കാരണം നമ്മുടെ ഈ മസ്തിഷ്കമരണം സംഭവിക്കുന്ന പലരും ചിലപ്പോൾ രാവിലെ ബൈക്ക് ഓടിച്ച് നോർമലായിട്ട് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് പോയ ആളായിരിക്കും. പെട്ടെന്നാണ് ഒരു വാഹന അപകടം ഉണ്ടാകുകയും വെന്റിലേറ്ററിലാകുകയും ചെയ്യുന്നത്. അപ്പോൾ ബന്ധുക്കൾ ഈ ഒരു യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ തന്നെ വളരെ സമയമെടുക്കും. അത് കഴിഞ്ഞ് മസ്തിഷ്ക മരണമാണ്, ഇനി അത് തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ അവരത് അംഗീകരിക്കാനുള്ള കാലതാമസം. ഇതിൻ്റെ എല്ലാം ഇടയിലും അവയവദാനത്തിന് മുന്നോട്ട് വരുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് നമുക്കത് അവരെ സമൂഹം അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ അവരെ അതിനെ എന്താ പറയുക, നമ്മൾ എങ്ങനെ അവർക്ക് സമാധാനം, എനിക്കറിയില്ല. കാരണം ഞാൻ വളരെ ഡയറക്റ്റായിട്ട് തന്നെ ഈ ബന്ധുക്കളുമായിട്ട് ആ സിറ്റുവേഷനിൽ സംസാരിച്ചിട്ടുണ്ട്. അവരെ എങ്ങനെ അത് ഒപ്പിടാൻ എനിക്ക് തന്നെ ധൈര്യക്കുറവാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ആയിരിക്കും എൻ്റെ ആരെങ്കിലും മരിച്ചാൽ ഞാനിത് ഒപ്പിടുമായിരിക്കുമോ, അത്രയും ഒരു വിങ്ങലോട് കൂടി ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഭാര്യമാരാണ് വിങ്ങലോട് കൂടി ആ സമ്മതപത്രം ഒപ്പിടുന്നതാണ്. മനസ്സിലായി? അപ്പം നമ്മൾ അപ്പോൾ ഏറ്റവും അവസാനം ഒപ്പിടുമ്പോഴും ചോദിക്കും, ഡോക്ടർ ഇത് അവയവങ്ങൾ മറ്റുള്ളവരുടെ ജീവിക്കുമല്ലോ അല്ലേ, ഒരു അവയവം പോലും ഉപയോഗിക്കപ്പെടാതിരിക്കാൻ പാടില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം, എൻ്റെ ഭർത്താവിൻ്റെ കരൾ, കിഡ്നി, കണ്ണുകൾ, ശ്വാസകോശം, വാൽവ് എല്ലാം മറ്റുള്ളവരുടെ ആ ഒരു മനസ്സ്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ മൊത്തം റോഡ് അപകട മരണങ്ങൾ നോക്കിയാൽ ഏകദേശം 4000 റോഡ് അപകട മരണം, പക്ഷേ 25-30 മസ്തിഷ്ക മരണാനന്തര അവയവദാനമേ നടക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ അതിനോട്ട് മുന്നോട്ട് വരാനുള്ളൊരു ചങ്കൂറ്റവും മനുഷ്യ സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ പരസ്പര സഹായത്തിൻ്റെയും ആ ഒരു ആർജവം ഉണ്ടല്ലോ, അതുള്ള ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറേ അവയവദാനങ്ങൾ നടന്നേനെ. 2 കാര്യങ്ങളുണ്ട് അതിൻ്റെ. ഒന്ന്, മസ്തിഷ്ക മരണമെന്ന് നിർണയിച്ച ശേഷം ഡോക്ടർമാർ ഈ രോഗിയുടെ ബന്ധുവിൻ്റെ അടുത്ത് വളരെ വ്യക്തതയോടുകൂടി പറയണം. അത് വളരെ പ്രധാനമാണ്. കാരണം കേൾക്കുന്ന ഒരാൾക്ക് അത് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ മരിച്ചു, ഇനി ഹൃദയമിടിപ്പ് മാത്രം താൽക്കാലികമാണ്, ഇനി ഞാൻ ആകെ കൂടെ ചെയ്യേണ്ടത് ഒന്നുകിൽ കൊണ്ട് കുഴിച്ച് മുടുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ ചെയ്യണം, അതിന് പകരം ഈ അവയവം വേറെ ആൾക്കൂടെ ജീവിക്കുമെന്നുള്ള ആ ഒരു സന്ദേശം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആക്ച്വലി ഡോക്ടർമാർക്കാണ്. അത് എത്രത്തോളം ഡോക്ടർമാർ കറക്റ്റായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ബന്ധുക്കളുടെ ഉത്തരവാദിത്വം. ഞങ്ങളിത് എന്ത് ചെയ്യണം, ഒന്നുകിൽ ചികിത്സ നടത്തണമോ അല്ലെങ്കിൽ നമുക്ക് ഈ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ആ ഒരു ഡെസിഷൻ നമ്മൾ അതിന് പ്രശംസിച്ചേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം, അത് കേസോട്ടയുടെ ഉത്തരവാദിത്വം, ഈ അവയവങ്ങൾ സമയബന്ധിതമായി കേടുകൂടാതെ നിശ്ചിത രോഗികൾക്ക് ക്രമാനുഗതമായി തന്നെ എത്തിക്കണം എന്നുള്ളത് ഉത്തരവാദിത്വമാണ് കേസോട്ടയ്ക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ പ്രക്രിയയിൽ തുടക്കം മസ്തിഷ്കമരണ നിർണയം, അത് കഴിഞ്ഞ് രോഗിയുടെ ബന്ധുക്കളുമായിട്ട് ഡോക്ടർ, ഇപ്പം ഇതിൻ്റെ ഒരു അവബോധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒന്നാമത് രണ്ട് രീതിയിലാണ് അവയവം ദാനം ചെയ്യുന്നത്. ഒന്ന്, ജീവിച്ചിരിക്കുമ്പം അവരുടെ കരളിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ കിഡ്നിയൊക്കെ നൽകുന്നത്. പക്ഷെ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു 6ഓളം അവയവങ്ങൾ ദാനം ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ കേരളം വളരെ വൈകാരികമായി കാണുന്നതാണ്. നമ്മൾ TV-കളിലൊക്കെ ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റ് വരെ കാണുന്നുണ്ട്. എയർ ആംബുലൻസിലൊക്കെ ഡോക്ടർമാർ ഹൃദയം കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ഒരു മാസം 3 ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ഒരുമിച്ച് നടന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങളുടെ ഇതിനൊരു അവബോധം വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എന്താണ് യഥാർത്ഥത്തിൽ ഒരു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ തുടക്കം എങ്ങനെയാണ് അവസാനം, അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അതൊന്ന് വിശദീകരിക്കാം. കാരണം ആളുകൾക്കത് ഒന്ന് വ്യക്തമാവുന്നതിനും കൂടി ഒന്ന് വിശദീകരിക്കാം. നമുക്ക് 2 രീതിയിൽ, നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിലാണ് നമുക്ക് അവയവ കൈമാറ്റം നൽകുന്നത്. ഒന്ന് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ്, അത് ജീവിച്ചിരിക്കുന്ന അവയവം. രണ്ടാമത് മസ്തിഷ്ക മരണ അവയവദാനം. ഈ ജീവിച്ചിരിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ ഒരു കിഡ്നി കൊടുക്കാം, അല്ലെങ്കിൽ ലിവറിൻ്റെ ഒരു പോർഷൻ കൊടുക്കാം, വേറെ ഒരു അവയവങ്ങൾ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രക്രിയ വെച്ചാൽ നമുക്ക് അടുത്ത ബന്ധു ഉണ്ടായിരിക്കണം. ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ്. ബന്ധുവേതര അവയവദാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ബന്ധുവേതര അവയവദാനത്തിൽ ചിലപ്പോൾ ഒരു ചൂഷണം ഉണ്ടാകാം, അല്ലെങ്കിൽ
കച്ചവട താല്പര്യങ്ങളുണ്ടാകാം. അതുകൊണ്ട് നമ്മൾ ബന്ധുവേതരെ വളരെ നിഷ്കർഷിച്ച് റെഗുലേറ്റഡ് ആയിട്ട് മാത്രമേ അപ്രൂവൽ കൊടുക്കാറുള്ളൂ. അപ്പോൾ ബന്ധുവേതര അവയവദാനം ഓൾമോസ്റ്റ് എന്താ പറയുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മറ്റതാണ് നമ്മുടെ ഡെഡ് ട്രാൻസ്പ്ലാന്റ്, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച രോഗിയിൽ നിന്നുള്ള അവയവദാനം. അത് നേരത്തെ പറഞ്ഞ 6 നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 2 കോർണിയ കൊടുക്കാം, ഹൃദയ വാൽവ് കൊടുക്കാം, ഹൃദയം കൊടുക്കാം, ശ്വാസകോശം കൊടുക്കാം, കരൾ കൊടുക്കാം, കിഡ്നി കൊടുക്കാം. ഞങ്ങൾ ഈ വളരെ അടുത്ത കാലത്ത് ചെറുകൂടൽ വരെ കൊടുത്തു, സ്മോൾ ബോൾ, പിന്നെ പാങ്ക്രിയാസ് കൊടുക്കും, ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. അപ്പോൾ ഇത്രയും അവയവങ്ങൾ ഇപ്പോൾ യൂട്രസ് ട്രാൻസ്പ്ലാന്റ് റിസർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ യൂട്രസ് ഇല്ലാത്തവർക്ക് ഗർഭിണിയാകണമെങ്കിൽ വേറൊരു നല്ല യൂട്രസ് ഉണ്ടെങ്കിൽ യൂട്രസ് വെച്ച് മസ്തിഷ്കാപരണം സംഭവിച്ചവരുടെ അതെ യൂട്രസ് ട്രാൻസ്പ്ലാന്റ് വരെ എത്തി നിൽക്കുന്ന ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുക. അപ്പം മാക്സിമം ഓർഗൻസ്, പിന്നെ നേരത്തെ പറഞ്ഞ സ്കിൻ ട്രാൻസ്പ്ലാന്റ്സ്, അപ്പം മാക്സിമം ഓർഗൻസ് മരണാനന്തര അവയവദാനത്തിൽ കിട്ടും. ലിവിങ് ഡോണറിൽ വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിലുള്ള ബോധവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ ഹാർട്ട് നിൽക്കും, ECG ലൈൻ ഫ്ലാറ്റ് ആവും, ടോർച്ച് അടിച്ചിട്ട് നമ്മൾ സിനിമയിലെ ടോർച്ച് അടിച്ചിട്ട് കണ്ണ് ഡോക്ടർ നോക്കും, ഡൈലേറ്റഡ് ആയിട്ടിരിക്കും. ഇതാണ് നമ്മുടെ മരണം എന്നുള്ള സങ്കല്പം. അത് ഡോക്ടർമാർക്കായിരുന്നാലും സാധാരണക്കാർക്കെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആക്ച്വലി മസ്തിഷ്ക മരണം പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ MBBS കാലഘട്ടത്തിൽ ഞാൻ 98 MBBS ജോയിൻ ചെയ്ത ആളാണ്. അപ്പോൾ ഏകദേശം 30 വർഷത്തോളമായി. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് പോലും മസ്തിഷ്ക മരണം എന്താണെന്നോ എങ്ങനെ നിർണ്ണയിക്കപ്പെടുമോ എന്ന് പഠിപ്പിക്കുന്നില്ല. ആ ഒരു ലാക്ക് ഓഫ് നോളജ് അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ചലഞ്ച് ഈ ബ്രെയിൻ ഡെഡ് എന്നുള്ള സംഭവം മരണമാണെന്നും അത് എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നതെന്നും അത് നാട്ടുകാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഞാൻ ഉദാഹരണം പറയാം. നമ്മളൊരു മസ്തിഷ്കമരണം സംഭവിച്ചു എന്നൊരു ബന്ധുവിനടുത്ത് പറയും. അപ്പോൾ അവർ പറയും, ഡോക്ടർ ഞങ്ങൾക്ക് രോഗിയെന്ന് കണ്ടാൽ കൊള്ളാം. നമ്മൾ അകത്ത് പോകുമ്പോൾ അവർ കാണുമ്പോൾ പേഷ്യൻ്റ് വെന്റിലേറ്ററിലാണ്, പക്ഷേ ECG മോണിറ്റർ നോക്കുമ്പോൾ ECG ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അവരുടെ ചെസ്റ്റ് നോക്കുമ്പോൾ ശ്വാസം ഇങ്ങനെ ആവുന്ന കാണാം. അപ്പോൾ അത് ആക്ച്വലി വെന്റിലേറ്റർ കൊടുക്കുന്ന ശ്വാസമാണ്, അയാൾ വലിക്കുന്നില്ല. എന്നിട്ട് അവർ തൊട്ട് നോക്കുമ്പോൾ ദേഹം നല്ല വാമായിരിക്കും. നമുക്കറിയാമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത് വിറങ്ങലിക്കും. ഇവർ നോക്കുമ്പോൾ വാമായിരിക്കുന്നു. അപ്പോൾ അവർ പതുക്കെ കുറച്ച് പേര് നേഴ്സ് വല്ലതാണെങ്കിൽ പതുക്കെ കൈ പിടിച്ച് നോക്കും, പൾസ് ഉണ്ടോ, പൾസ് മേടിക്കുന്നു. അവർ പെട്ടെന്ന് വെളിയിറങ്ങി ഡോക്ടറല്ലേ പറഞ്ഞു ആൾ മരിച്ചു, നാളെ ECG കാണാം, ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെ എങ്ങനെയാണ് ഡോക്ടർ മരണമെന്ന്. അപ്പോഴാണ് നമ്മൾ പിന്നെയും ഇത് മസ്തിഷ്ക മരണമാണ്, ഇത് കുറച്ച് സമയം കൂടെ ഈ മറ്റുള്ള അവയവങ്ങൾ പ്രവർത്തിക്കും. കാരണം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയും മറ്റുള്ള മരുന്നുകളുടെ സഹായത്തോടെ ടെമ്പററി ആയിട്ട് ഓർഗൻസ് പ്രവർത്തിക്കുന്നതാണ്. അത് മരണം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഒരു അത് എസ്പെഷ്യലി നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ CT സ്കാനും MRI ഒക്കെ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് ബന്ധുക്കൾക്ക് മനസ്സിലായി ഇതാണ് ബ്രെയിൻ, ഈ ബ്രെയിൻ ഇത്രത്തോളം ഡാമേജ് ഉണ്ട്, ഇയാളിപ്പോൾ ഈ ശ്വാസം വലിക്കുന്നത് വെന്റിലേറ്റർ സഹായത്തോടു കൂടി മാത്രമാണ്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ബ്രെയിനാണ് നമ്മുടെ ബോഡിയുടെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നത്. ഹാർട്ട് നിൽക്കും, ശ്വാസകോശം ഓൾറെഡി നിലച്ചു, പക്ഷെ അത് വെന്റിലേറ്റർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ വെന്റിലേറ്ററാണ് പമ്പ് ചെയ്യുന്നത്. അപ്പൊ വെന്റിലേറ്റർ ഓഫ് ചെയ്താൽ അയാൾക്ക് ഈ റെസ്പിറേഷൻ ഇല്ല. അതാണ് നമ്മൾ വെന്റിലേറ്റർ എടുക്കാന്ന് പറയുന്നത്. അതെ, വെന്റിലേറ്റർ എടുക്കുക. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ഞങ്ങൾക്ക് 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ ഞങ്ങൾ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് മരണം സംഭവിച്ചു നിങ്ങൾക്ക് തിരിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവയവദാനം ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കും, ഡോക്ടർ ഇപ്പോൾ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കില്ല, അപ്പോൾ വെന്റിലേറ്റർ എടുത്ത പെട്ടെന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഇനിയും പെട്ടെന്ന് മരിക്കുകയല്ലേ. വെന്റിലേറ്റർ എടുക്കുന്നത് ഇപ്പോൾ അയാളുടെ ശ്വാസം വെന്റിലേറ്റർ സഹായത്തോടെയുള്ള ബ്രത്താണ്, അത് അയാൾ വലിക്കുന്ന ശ്വാസം. അപ്പം നമ്മൾ ആക്ച്വലി ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യുന്നത് തന്നെ ആപ്നിയ ടെസ്റ്റ് എന്ന് പറയും. ആപ്നിയ ടെസ്റ്റ് എന്ന് ശ്വസനം നിലച്ച അവസ്ഥയ്ക്കാണ് ആപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആപ്നിയ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റ് ആദ്യം 100% ഓക്സിജൻ കൊടുത്ത് നല്ലവണ്ണം ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടാക്കും. എന്നിട്ട് വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്യും. 6 മിനിറ്റ് ഒബ്സർവ് ചെയ്യും. 6 മിനിറ്റ് അയാളുടെ ശ്വാസകോശം അനങ്ങിയില്ലെങ്കിൽ നമ്മൾ അതിന് മരണം സംഭവിച്ചു എന്ന് പറയും. ഇത് ചെയ്യുന്നതാണ് ഏറ്റവും അവസാനം. ബാക്കി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ ശേഷം ഇത് ചെയ്യുള്ളൂ. കാരണം വെന്റിലേറ്റർ ഒരാൾ ഡിസ്കണക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ബാക്കി എല്ലാ ടെസ്റ്റും ഈ ബ്രെയിൻ ഡെത്തിന് അനുകൂലമാണെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് പറയും, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് ഈ വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് ആൾക്ക് സ്വന്തമായിട്ട് ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ആപ്നിയ ടെസ്റ്റ്. അത് ചില ബന്ധുക്കള് കൂടെ നിൽക്കണമെന്ന് പറയും നമ്മളിത് ചെയ്യുമ്പോൾ. നമ്മളത് അനുവദിക്കാതെ ബോർഡ് ഓഫ് ഡോക്ടർമാരാണ് 4 ഡോക്ടർമാരാണ് ചെയ്യുന്നത്.
അതും കൂടെ വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ ഒരു മരണം നിർണ്ണയിക്കുന്നത് ഏതെങ്കിലും ഒരു ഡോക്ടർ പോയി ടോർച്ച് അടിച്ച് നോക്കുന്നു, ഹാർട്ട് നോക്കുന്നു, ഇല്ല എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യുന്നു. പക്ഷെ മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നത് 4 ഡോക്ടർമാരുടെ ടീമാണ്. അത് 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം അവർ ഈ എല്ലാ വിശദമായ പരിശോധന എടുത്തും ഈ 2 പ്രാവശ്യം വെന്റിലേറ്റർ ഡിസ്കണക്ട് ടെസ്റ്റ് ചെയ്യും. അതിന്റെ കാരണം ഒരു വിധ എററും സംഭവിക്കാൻ പാടില്ല. പിന്നെ ഇതിൽ ആരാണ് ഈ 4 ഡോക്ടർമാർ? ഒന്ന് ആ പർട്ടിക്കുലർ രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രെയിനിൻ്റെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി ഉള്ള ഇൻഡിവിജ്വലിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ന്യൂറോ സർജൻ ആയിരിക്കും അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരതിൻ്റെ എക്സ്പേർട്ടാണ്, ബ്രെയിനെ സംബന്ധിച്ച് ഏറ്റവും വലുത്. രണ്ടാമത്തെ ആ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടൻ്റ്. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരണനിർണയം ഒരു അധികാരിയുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്നുള്ള നിയമം നിഷ്കർഷിച്ചിരിക്കുന്ന ആള്. മൂന്നാമത് ഇതിലൊന്നും പെടാത്ത ഒരു എക്സ്പെർട്ട് ഡോക്ടർ, അതായത് ഈ ആശുപത്രിയായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റുമായിട്ടോ ബന്ധമില്ലാത്ത ഒരു വിദഗ്ധനായ ഡോക്ടർ. അയാൾ ന്യൂറോളജിസ്റ്റ് ആകാം, ന്യൂറോ സർജൻ ആയിരിക്കാം, ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ആയിരിക്കാം, അങ്ങനെ ഒരാൾ. പിന്നെ ഒരു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 4ാമത്തെ ഡോക്ടർ ഗവൺമെൻറ് ഡോക്ടർ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ഈ 4 പേരും അടങ്ങുന്ന ടീം 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം വളരെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമാണ് മസ്തിഷ്കമരണം കൺഫർമേഷൻ, അതായത് തീർച്ചപ്പെടുന്നത്. ഇത് തീർച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് അവയവദാന സന്നദ്ധത ആരായുള്ളൂ. കാരണം നമ്മൾ മരിക്കാത്ത ഒരാളുടെ ബന്ധുക്കളുടെ അടുത്ത് പോയി അവയവദാനം ചെയ്യുന്നത് ഒരു അൺഎത്തിക്കൽ പരിപാടി. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രക്രിയ. അപ്പോൾ ഒന്നാമത് മസ്തിഷ്കമരണ നിർണയം തന്നെ വളരെ വെല്ലുവിളി അറിയിക്കുന്നതാണ്. പിന്നെ അതിനെ തീർച്ചപ്പെടുത്തുന്നതിനുള്ള ഈ എക്സ്പേർട്സിനെ ഒരുമിച്ച് കൂട്ടണം. നമ്മൾ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ ആക്ച്വലി വീഡിയോഗ്രാഫ് ചെയ്യുന്നുണ്ട്. അതായത് മസ്തിഷ്കമരണ നിർണയം ഈ 4 ഡോക്ടർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിന് നമ്മൾ വീഡിയോഗ്രാഫ് ചെയ്യുന്നുണ്ട്. രണ്ടും വീഡിയോഗ്രാഫ് ചെയ്ത് ആശുപത്രിയുടെ അടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് റിവ്യൂ ചെയ്യണമെങ്കിൽ നമുക്കത് റിവ്യൂ ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇങ്ങനെ അത്രയും കരുതലോടെയും ആണ് നമ്മൾ ഈ ഒരു പ്രക്രിയ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിന് അങ്ങനെ ആണെങ്കിൽ പിന്നുള്ള നടപടിക്രമങ്ങൾ എന്താണ്? അതായത് നമ്മളിത് ഔദ്യോഗികമായി ഈ സഭ നിർണ്ണയിക്കുന്നു, ബന്ധുക്കളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പം ബന്ധുക്കളായിട്ട് സംസാരിക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കമ്പലിയിക്കുന്ന അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഈ വ്യക്തി, അതായത് മകളായിരിക്കാം, മകനായിരിക്കാം, അവരുടെ ജീവിതം ഇരില്ല. അതെ. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ അവർ ഒരുപാട് ആളുകളോട് ജീവിക്കും. അവരുടെ ഫിസിക്കൽ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും അവരുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ജീവിതത്തിൽ എക്കാലവും ഉണ്ടാവും. നിരവധി പേർക്ക് ജീവിക്കും. അതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ കൺവേ ചെയ്യുന്നത്. കാരണം അതാണ് അവർക്കൊരു പ്രതീക്ഷ. നിങ്ങളുടെ അപ്പോൾ എൻ്റെ മകൻ്റെ ഹൃദയം ഒരാളിൽ തുടിക്കുമോ ഡോക്ടറെ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ പറയാം തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ മകൻ്റെ ഹൃദയം അല്ലെങ്കിൽ വൃക്ക വേറൊരാൾ വർക്ക് ചെയ്യും, അവർക്ക് ജീവൻ കിട്ടും. എന്നാ നല്ലതാ ഡോക്ടർ, ഞങ്ങൾ തയ്യാറാണ്. ആ ഒരു എസ് കിട്ടുന്നത് നമ്മുടെ ആ ഒരു കോൺവെർസേഷനിലാണ്. അങ്ങനെ കിട്ടിയാൽ പിന്നെന്താണ് അതിൻ്റെ ഒരു നടപടി? ഔദ്യോഗിക നടപടിക്രമങ്ങൾ എന്താണ്? അത് പലപ്പോഴും ഈ രോഗിയുടെ ബന്ധുക്കളും നമ്മൾ ചോദിക്കും, ഡോക്ടർ ഇനി എന്ത്, അതാണ് കറക്റ്റ്, ഇനി എന്താണ്. അപ്പം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സ്വീകർത്താവിനെ നിശ്ചയിക്കണം. നമുക്ക് കേസ് ഓട്ടോയുടെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അതായത് എനിക്ക് വൃക്കയുടെ ആവശ്യമുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിലാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടേണ്ടത്, ആ ആശുപത്രിയിൽ പോയി എൻ്റെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി ഞാൻ ഒരു ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വിധേയനാകാൻ മെഡിക്കലി ഫിറ്റാണോ എന്ന് ആ ഡോക്ടർമാർ അസസ് ചെയ്ത് അവർ ഞങ്ങളുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഡോക്ടർ നോബിൾ വെയിറ്റിംഗ് ലിസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവർ ലിസ്റ്റ് ചെയ്യും. വേറൊരാൾ അടുത്ത ആൾ വന്നു, അയാൾ ലിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഡേറ്റ് വെച്ച് ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ഓർഗൻ ഡോണർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ 3 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. സൗത്ത് സോൺ, സെൻട്രൽ സോൺ ആൻഡ് നോർത്ത് സോൺ. ഇപ്പോൾ ട്രിവാൻഡ്രം എടുക്കാൻ, ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട സോഴ്സ്. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്തെ ഒരു ഡോണർ ഉണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം സോണിലുള്ള ഞാൻ ഇപ്പോൾ പോസിറ്റീവ് ഡോണർ ഉള്ള ഹോസ്പിറ്റലിലെ വിളിക്കും. ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡോണർ, അതായത് ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്ത ആരാണോ അയാൾക്കാണ് വൃക്ക നൽകാൻ പോകുന്നത്. അപ്പോൾ അവർ പറയും ഇന്ന ആളാണ്, ഡോക്ടർ നോബിളാണ് നമ്പർ 1. അപ്പോൾ നമ്മൾ പറയാം അന്ന് ഡോക്ടർ നോബിളിൻ്റെ ബ്ലഡും ഇദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ ക്രോസ് മാച്ച് ടെസ്റ്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്. ക്രോസ് മാച്ച് ടെസ്റ്റ് ചെയ്ത് ആ ക്രോസ് മാച്ചിങ് നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഞാൻ സ്വീകരിക്കുന്ന അവയവം എൻ്റെ ബോഡി തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശോധനയാണ്. തിരസ്കരിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആദ്യത്തെ പരിശോധന തിരസ്കരിക്കണം. ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കും. ബ്ലഡ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ടിഷ്യൂ മാച്ചിങ് എന്ന് പറയാം. ഈ അവയവം എനിക്കെടുത്ത് വെച്ചാൽ തിരസ്കരിക്കപ്പെടുമോ അതറിയുന്ന ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ കിഡ്നി നമ്മൾ അവിടെ കൊടുക്കുന്നു. ഇതേ അതിൽ തന്നെയാണ് ലിവറും ഇതേ ഹാർട്ടും എല്ലാം. ഏത് വെയിറ്റിംഗ് ലിസ്റ്റിലെയും അസുഖത്തിൻ്റെ തീവ്രതയും
പിന്നെ ഈ ചിലപ്പോൾ ഹാർട്ടിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഒരു 15 വയസ്സായ ഒരു കുട്ടിയാണ് ഹൃദയം സ്വീകരിക്കേണ്ട വ്യക്തി എന്ന് വയ്ക്കാം. മരിച്ച ആൾ 50, ഇപ്പം ഞാനാണ് മരിച്ചതെന്ന് വയ്ക്കാം. എൻ്റെ ഹൃദയം ചിലപ്പോൾ ആ കുട്ടിക്ക് ഫിറ്റിംഗ് ആകത്തില്ല, കാരണം ആളുടെ ചെസ്റ്റ് ഇത്രേ കാണുള്ളൂ, എൻ്റെ ഹൃദയം ഇത്ര ആണോ അതിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ അത് സ്യൂട്ടബിൾ ആകത്തില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കേണ്ടി വരും. ചെസ്റ്റിന്റെ അളവും കൂടെ നോക്കിയേ ഹാർട്ട് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാർട്ടിന് മാത്രമാണത്, ലിവറിനും കുറച്ചുണ്ട്. ഹാർട്ടാണ് ഏറ്റവും പ്രധാനം, കാരണം ആ ഹാർട്ട് ഇരിക്കേണ്ട സ്ഥലം ഇത്രേ കാണുള്ളൂ ആ കുട്ടിയുടെ. ആ കുട്ടി കാരണം മറ്റു 2 സൈഡത്തും ശ്വാസകോശമുണ്ട്, നടുക്ക് ഹാർട്ട് ഇരിക്കുന്നത്. ഇവിടെ വെക്കാൻ പറ്റണം, അല്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തൊറാക്സിക് കേജ് എന്ന് പറയുന്നുണ്ട് ഈ ഭാഗം. ഇതിന്റെ ഡയമീറ്റർ എടുക്കും, ഇതിന്റെ ചുറ്റളവ് എടുത്തിട്ട് ആ സർജൻ അയച്ചു കൊടുക്കും. നമ്മൾ പറയും ഈ ദാതാവിന്റെ ചുറ്റളവ് ഇത്രയാണ് ചെസ്റ്റിന്റെ സൈസ്. അപ്പോൾ അവിടെ നോക്കിയിട്ട് അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളുടെ സൈസ് കൊച്ചാണ്, ഞങ്ങൾക്ക് വേണ്ട, അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു കാർഡിയാക് സർജനെ അറിയിക്കുക. അങ്ങനെയാണ് അവയവിന്യാസം. ഇതേമാതിരി തന്നെയാണ് ലിവറിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സൈസ് കുറച്ച്. പക്ഷെ ഞങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും അവയവം ലിവർ വച്ച ശേഷം വയറടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഒന്ന് സെറ്റിലായ ശേഷം മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ, കാരണം സൈസ് മിസ്മാച്ചും. അപ്പോൾ ഈ സൈസ് മാച്ചിങ് ഒരു പ്രശ്നമാണ്. കിഡ്നിക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല, സൈസ് മിസ്മാച്ച് ഇഷ്യൂ ഇല്ല. പക്ഷേ ഹാർട്ടിന് വളരെ ഇഷ്യൂ ആണ്, ലിവറിന് കുറച്ചെങ്കിലും വിഷയമാണ്. അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ ചിലർ വിചാരിക്കും ഞങ്ങളാണല്ലോ വെയിറ്റിംഗ് ലിസ്റ്റ് വന്നത്, എന്നിട്ട് ഡോക്ടർ ഞങ്ങൾക്ക് തന്നില്ലല്ലോ. അപ്പോൾ ഈ വക പാരാമീറ്റേഴ്സും കൂടെ നോക്കിയാണ് നമ്മൾ ഡോണറിനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ഇവിടെ നിന്ന് നേരെ കോഴിക്കോട് എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ എറണാകുളത്ത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്വീകർത്താവ് ഈ സോണിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എറണാകുളത്ത് കൊടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയും സങ്കീർണമാണ് ആ പ്രക്രിയ. ഇതെല്ലാം നമുക്ക് സമയബന്ധിതമായി നടത്തുകയും വേണം. അതാണ് അടുത്ത വെല്ലുവിളി. അതിവേഗത്തിൽ കാരണം നമ്മൾ അവയവം ബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ലൈനിലാണ് നമ്മൾ ഐസ് കോൾഡ് സെലൈൻ ഒരു ലൈനിലാണ് സൂക്ഷിക്കുന്നത്. ആ ലൈനിൽ വെച്ചാൽ തന്നെയും ഇപ്പോൾ കിഡ്നി ഏകദേശം മാക്സിമം ഒരു 16 മുതൽ 16 മണിക്കൂർ വരെ ഇരിക്കാം. നമ്മൾ ഇവിടുന്ന് പ്രാവശ്യം കിഡ്നി തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരതി കയറ്റി കോഴിക്കോട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഹാർട്ടാണെങ്കിൽ മാക്സിമം ഒരു 3 hours, കാരണം ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബീറ്റ് നിലയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ മറ്റേ ആൾക്ക് വെച്ചു കൊടുക്കണം, എന്നാലും അവിടെയും ബീറ്റ് ചെയ്ത് തുടങ്ങണം. കാരണം ഹാർട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഹാർട്ട് മാറ്റിയിട്ടാണ് മറ്റത് വയ്ക്കുന്നത്. എടുത്ത് കളയുക, മറ്റേ എൻ്റെ ഒറിജിനൽ ഹാർട്ട് എടുത്ത് മാറ്റിയിട്ടാണ് പുതിയ ഹാർട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യില്ലെങ്കിൽ ജീവനുള്ള വ്യക്തിയുടെ ഹാർട്ട് മാറ്റിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ മരിച്ചു, മനസ്സിലായി. അതുകൊണ്ട് അത്രയും സമയബന്ധിതമായി നമ്മൾ ഹാർട്ട് ബീറ്റിംഗ് നിലനിർത്തി തന്നെയാണ് നമ്മൾ അവിടെ കൊണ്ട് വെക്കുന്നത്. അപ്പൊ ആ ഒരു വെല്ലുവിളിയാണ്. ലിവറും ഏകദേശം 4 to 6 hours നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഇവര് ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ഇത് അനുമതി പത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ ആർക്കാണ് യഥാർത്ഥത്തിലുള്ള അവകാശം? ബന്ധുക്കളായിട്ട് വരും നമ്മളെ ആരാണ്? ഏറ്റവും അടുത്ത ബന്ധുവാണ്, ഏറ്റവും അടുത്ത ബന്ധം. നിയർ റിലേറ്റീവ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. നിയർ റിലേറ്റീവ് ആയിട്ട് നിർവഹിച്ചിട്ടുള്ളത് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇത്രയേ ഉള്ളൂ. അങ്കിൾ ആൻറ്റി ഒന്നും ഇല്ല നിയർ റിലേറ്റീവില്. നിയർ റിലേറ്റീവ് മാത്രമേ ഈ കൺസെന്റ് ഒപ്പിടാൻ പറ്റില്ല. നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ അമ്മ ഇടുക്കിയിലായിരുന്നു ഈ മരിച്ച ആളുടെ. എൻ്റെ ഒരു പെങ്ങള് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളെന്ത് കൺസെൻറ്റ് ഫോം ഇടുക്കി കൊണ്ടുപോയി ഒപ്പിട്ട് വാങ്ങിച്ച് തിരിച്ചു വന്നു. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് വെല്ലുവിളികളാണ്. പക്ഷെ എന്നാലും നമ്മൾ കഴിയുന്നതും ഏറ്റവും അടുത്ത 2 ബന്ധുക്കളുടെ, നേരത്തെ ഞാൻ പറഞ്ഞ നിയമം അനുശാസിക്കുന്ന അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സഹോദരൻ, സഹോദരി, അച്ഛനമ്മ, ഭാര്യ, ഭർത്താവ്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇത്രയേ ഉള്ളൂ. ഇവരെയാണ് അടുത്ത ബന്ധുക്കൾ എന്ന് നിയമം നിർവചിക്കുന്നത് ഈ കാര്യത്തിൽ. ബാക്കി കാര്യത്തിലല്ല, ഈ കാര്യത്തിൽ അടുത്ത ബന്ധം. ഇവർ 2 പേര് ഒപ്പിടണം, കൂടാതെ 2 സാക്ഷികൾ ഒപ്പിടണം, ഇവരെ അടുത്തറിയാവുന്നവരോ ആരെങ്കിലും. അപ്പോൾ ഈ 4 പേര് ഒപ്പിടുന്ന സമ്മതപത്രം കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പ്രക്രിയയൊക്കെ തുടങ്ങുള്ളൂ. ഈ റിട്ടേൺ ഡോക്യുമെന്റ് ഇല്ലാതെ നമ്മൾ മറ്റു പ്രക്രിയയിലോട്ട് പോകത്തില്ല. മസ്തിഷ്കമരണം നിർണ്ണയം ചെയ്യുന്നു, സർട്ടിഫൈ ചെയ്യുന്നു, 6 ഡോക്ടർമാർ 2 പ്രാവശ്യം സർട്ടിഫൈ ചെയ്യുന്നു, ബന്ധുക്കളുടെ സംസാരിക്കുന്നു. ബന്ധുക്കൾ കൺസെന്റ് തന്ന ശേഷം മാത്രമേ അവയവദാനവും അവയവവിന്യാസത്തിന്റെ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ചില ധാരണയുണ്ടോ, ഇവിടെ ഇവർ അവയവം എടുത്തങ്ങ് കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ ധാരണയുണ്ടോ. അങ്ങനെയൊന്നും ഒരു പ്രക്രിയ നടക്കില്ല. പിന്നെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞോടെ ഞങ്ങൾ ഇൻവോൾവ് ആണ്, ഗവൺമെന്റ് ഏജൻസി ഇൻവോൾവ് ആണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെല്ലാം കേസോട്ടോയും റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, അല്ലാതെ ആശുപത്രിക്ക് യാതൊരു റോളുമില്ല.
അതും ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ചില ബന്ധുക്കൾ നമ്മുടെ മറ്റുള്ള ആശുപത്രിയിൽ ചോദിക്കും, ഇതൊക്കെ ആരാ ചെയ്യുന്നത്, ഇതിന് ശേഷമുള്ള അപ്പോൾ നമ്മളാണ് ഇടപെടുന്നത്. പിന്നെ കാര്യങ്ങളെല്ലാം കേസോട്ടോയുടെ അധീനതയിലും, കേസോട്ടോയാണ് ഇന്ന ആൾക്കാണ് അവയവം മാച്ചാകുന്നത്. ആശുപത്രികൾക്ക് യാതൊരു റോളുമില്ല. ആർക്കാണ് ആർക്കാണ് ഈ പർട്ടിക്കുലർ അവയവം ആർക്കാണ് പോകുന്നതിന് യാതൊരു നിയന്ത്രണവും ആശുപത്രികൾക്കില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. ഡോക്ടർ, ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ അവയവ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഡോക്ടർമാർ മാത്രമല്ല, ഇപ്പം ആംബുലൻസ് ഡ്രൈവർ, സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ്, അങ്ങനെയുണ്ട്. കേരളത്തിലെ ജനങ്ങളെ അതിൻ്റെ ഒരു വൈകാരികമായ മുഹൂർത്തം ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിന് ശേഷം ഇപ്പം എയർ ആംബുലൻസ് വന്നു. നേരത്തെ ഈ മേഖലയിൽ ജീവിതം സമർപ്പിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരുപ്പള്ളിയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അദ്ദേഹം ജോലി ചെയ്ത ആശുപത്രിക്ക് പുറത്തുനിന്ന് ആദ്യമായി ഒരു ഹൃദയം കൊണ്ടുവരുന്നത് ശ്രീ ചിത്ര എന്നാണ്. അന്ന് ഡോക്ടർ അടക്കം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് നേവിയുടെ ഒരു ഹെലികോപ്റ്റർ ആണ് കൊണ്ടുവന്നത്. ഇപ്പം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണ് എയർ ആംബുലൻസ് ആയിട്ട്. കാരണം ഇതൊരു ഏറ്റവും കൂടിയ ഒരു 4 മണിക്കൂറിനകം എത്തിക്കണം. അപ്പം ഈ ഹെലികോപ്റ്റർ വാങ്ങുന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങൾ ചിലരുണ്ടാക്കിയിരുന്നു. കാരണം സർക്കാർ എന്തിനാണ് ഇത്ര ലക്ഷങ്ങൾ വാടക കൊടുത്തിട്ട് ഈ ഹെലികോപ്റ്റർ വാങ്ങുന്നത്, അത് ദുർവ്യയമല്ലെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ നിരവധി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഹെലികോപ്റ്റർ തന്നെ അതിന്റെ ആദ്യത്തെ സർവീസ് ഒരു ഹൃദയവുമായി ആണ് ആദ്യത്തെ സർവീസ് തിരുവനന്തപുരത്ത് കൊച്ചിയിലേക്ക് പോയത്. അതൊരു വലിയ സഹായമല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. ഇത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ കാണുന്ന എനിക്ക് സംശയമുണ്ട്. അതായത് സർക്കാർ സംവിധാനത്തിൽ ഒരു അവയവം ഒരു ആശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് സൗജന്യമായി കൊണ്ടുപോകുന്ന സംവിധാനം ലോകത്ത് എവിടെയും കാണില്ല. എല്ലാവരും ചാർജ് ചെയ്യും. കാരണം എനിക്കറിയാം, അമേരിക്കയിലൊക്കെ ഒരു ഓർഗൻ ട്രാൻസ്പോർട്ടിന് ആയിരക്കണക്കിന് ഡോളറാണ് ഓരോ ഈ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് വരെ ചാർജ് ചെയ്യുന്നത്. അന്ന് നേവിയുടെ ഹെലികോപ്റ്ററിന് 7 ലക്ഷം രൂപ. അതെ, 7 ലക്ഷം ഗവൺമെന്റ് കൊടുക്കേണ്ടി വന്നു അവസാനം. കാരണം അവർ ചാർജ് ചെയ്യും, നേവിയുടെ ഹെലികോപ്റ്റർ ചാർജ് ചെയ്യും. പക്ഷെ നമ്മൾ സർക്കാർ ആക്ച്വലി ഗവൺമെന്റ് ഉത്തരവിലൂടെ മാസം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ദുരിതാശ്വാസത്തിനോ ഉപയോഗിച്ചില്ലെങ്കിൽ 15 മണിക്കൂർ അവയവ വിന്യാസത്തിന് വേണ്ടി മാത്രം അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് മാസം തോറും. ഉത്തരവിൽ തന്നെ പറയുന്നത്, ഉത്തരവിൽ തന്നെ ഗവൺമെന്റ് ഉത്തരവുണ്ട്, മനസ്സിലായോ? അതുകൂടാതെ ഗവൺമെന്റ് വേറൊരു കാര്യം കൂടെ ചെയ്ത്. അപ്പൊ നമ്മൾക്ക് ഈ ഉത്തരവ് കിട്ടിയപ്പോൾ നമ്മൾക്ക് അതിശയമായി. ഇങ്ങനെ ഗവൺമെന്റ് ഇത്രയും ദീർഘദർശിയായിട്ട് ചിന്തിച്ചല്ലോ എന്ന്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഹോം ഡിപ്പാർട്ട്മെന്റിൽ എഴുതി ഇത് എങ്ങനെയായാലും ഉടൻ തന്നെ ഒരു ADGP റാങ്കിലൊരു ഉദ്യോഗസ്ഥനെ ഇതിന്റെ നോഡൽ ഓഫീസറാക്കി ഉത്തരവിറക്കി. അപ്പൊ എനിക്ക് ഇത്രയും ഉത്തരവാദിത്തമുള്ളൂ. ഇപ്പൊ ഞാൻ ഈ അവയവിന്യാസം എല്ലാം കൺഫേം ചെയ്ത് ഇപ്പൊ എനിക്ക് ഉദാഹരണത്തിന് കഴിഞ്ഞ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്താണ് ഹാർട്ട് കൊടുക്കുന്നത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ദാതാവ്. അപ്പം ഞാൻ ശ്രീജിത്ത് IPS ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ നോഡൽ ഓഫീസർ ADGP. ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേ ഉള്ളൂ, ഞങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഡോണർ ഉണ്ട്, നമുക്ക് കൺഫേംഡ് ആയില്ല, പൊട്ടൻഷ്യൽ ഡോണർ ഉണ്ട് ഹെലികോപ്റ്ററിൽ നമുക്ക് എറണാകുളം. അതിനെന്താ അവിടെ നിന്ന് തിരിച്ച് റിപ്ലൈ വന്നു, ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി 10-10:30 എന്നിട്ട് ഒരു 10:30 എന്നെ വിളിച്ചു, ഡോക്ടറെ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് നമ്മളൊരു രാവിലെ ഒരു 7 മണിക്കൊക്കെയാണ് എടുക്കാനുള്ള സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 10 മണിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര മണിക്ക് ഇത് ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. കാരണം എനിക്ക് ട്രിവാൻഡ്രത്തെ പോലീസിനെ അറേഞ്ച് ചെയ്യണം, എറണാകുളത്തെ പോലീസിനെ അറേഞ്ച് ചെയ്യണം, എയർ ട്രാഫിക് കൺട്രോളിനെ അറിയണം, ADGP ജോലിയാണ്, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെ ഫോം. ഞാൻ പറഞ്ഞു ഞാൻ കൺഫർമേഷൻ ചെയ്തിട്ട് തുടങ്ങിയാൽ പോലും. എന്നിട്ടൊരു രാത്രി 1 o'clock ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, കാരണം എനിക്ക് അത്ര കൺഫർമേഷൻ. 1 o'clock എന്നെ വിളിച്ച് ചോദിക്കുക എൻ്റെ തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തീരുമാനമായി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങിക്കൊണ്ട് ഡോക്ടർ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആരൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ വാട്സാപ്പ് ചെയ്ത് തരാമെന്ന് എനിക്ക് നമ്പേഴ്സ് എല്ലാം. അതിൽ ഞാൻ തന്നെ അതിശയിച്ചു. കമ്മീഷണർ ട്രിവാൻഡ്രം, റൂറൽ കമ്മീഷണർ, ഡിസ്ട്രിക്ട് കമ്മീഷണർ, ഇങ്ങനെ കമ്മീഷണർമാരെല്ലാം തിരുവനന്തപുരം ജില്ലയുടെ, കൊല്ലം ജില്ലയിലെ, എറണാകുളം ജില്ലയിലെ എല്ലാവരുടെയും കമ്മീഷണർമാരുടെ നമ്പർ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ്, ഗ്രൗണ്ട് സ്റ്റാഫ്, അവർക്ക് എവിടെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ആണ് തീരുമാനിച്ചു. അപ്പോൾ അവർക്കൊരു വൈറ്റ് കളറിലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഏരിയ വരച്ചു കൊടുക്കണം. ഉടനെ അത് ഓർഗനൈസ് ചെയ്തു. ഫയർഫോഴ്സ് വന്ന്
പൊടി പറക്കരുത്, ഹെലികോപ്റ്റർ വരുമ്പോൾ പൊടി പറക്കാതിരിക്കാണ് ഗ്രൗണ്ട് ഫുൾ നനച്ചു. എന്നിട്ട് എച്ച് വരച്ചു. എൻ്റെ ഒരു ആള് വന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള മരത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ നോക്കി ചെക്ക് ചെയ്തു. ഇതെല്ലാം സർക്കാർ സംവിധാനം പാരലൈസ് ചെയ്യാം. ശരിക്കും യുദ്ധത്തെ നേരിടുന്നത് പോലെയാണ് സർക്കാർ ഈ വിഷയത്തെ. അതെ അതെ, വേറൊരു ഗ്രൂപ്പോടെ ആശുപത്രിയിൽ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ ആശുപത്രിയും ഇത് മാത്രമാണ്. ആശുപത്രിയിൽ വളരെ ചെറിയ സംവിധാനമാണ്. ഇതൊരു വലിയ സംവിധാനം പാരലായിട്ട് സർക്കാർ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് ചെയ്തു. പിന്നെ എനിക്ക് പിന്നെ തുരുതുര മെസ്സേജസ് ആണ്. അതായത് എത്ര മണിക്ക് ഓർഗൻ എടുക്കും, ഓർഗൻ പാക്ക് ചെയ്തോ, കാരണം ഹെലികോപ്റ്റർ ഓൺ ചെയ്ത് വെക്കണം. ഓൺ ചെയ്ത് വെച്ച് സമയം ലഘൂകരിക്കാൻ വേണ്ടി. അങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു 11:30 ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു 1 o'clock ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഈ റിട്രീവൽ കുറച്ച് നീണ്ടുപോയി. അതായത് എടുക്കുന്ന ശസ്ത്രക്രിയ കുറച്ച് നീണ്ടുപോയി. അപ്പം നമ്മൾ പറഞ്ഞു 1 മണിക്കാണ് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പൈലറ്റിന് റെസ്റ്റ് ചെയ്യാൻ സ്ഥലം വേണം. പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടെടുത്ത് പൈലറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണം. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. കറക്റ്റ് 1 o'clock ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്ത ഉടൻ എറണാകുളത്ത് എനിക്ക് തോന്നുന്നത് ഹയാത്തിന് ഹെലിപ്പാഡിലാണ് ഇറങ്ങി. ഹയാത്തിന് ഹെലിപ്പാഡിൽ നിന്ന് എറണാകുളം GH വരെയുള്ള റോഡ് ഫുൾ ബ്ലോക്ക് ചെയ്തു. 100 കണക്കിന് പോലെ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ, അതായത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്തിൽ നടക്കാൻ വേണ്ടി സർക്കാർ ഒരുക്കിയ സംവിധാനത്തിന്റെ ആ ഒരു വ്യാപ്തിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവും? ഇത് നമ്മൾ ഇതിനൊന്നും കുറച്ച് കാണാൻ പാടില്ല. കാരണം ഒരു എൻ്റെ കേരള സമൂഹവും സർക്കാർ സംവിധാനവും ഒത്തൊരുമിച്ച് ഒരാളുടെ ഹൃദയത്തിന്റെ തുടിപ്പിന് വേണ്ടിയാണ്. മനസ്സിലാവും? അപ്പൊ അത്രയും ഒരു കരുതലാണ് അവയവദാന പ്രക്രിയക്ക് സർക്കാർ കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്ന ഇതിന്റെ ഒരു പ്രാധാന്യമോ എത്രത്തോളം പൊതുജന ഈവൻ ഡോക്ടർ സമൂഹത്തിന് മനസ്സിലാകുന്നുണ്ടെന്നൊരു എനിക്ക് സംശയമുണ്ട്. കാരണം ഡോക്ടർമാർ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും, സർക്കാർ അത് ചെയ്യുന്നില്ല, സർക്കാർ ഇത് ചെയ്യുന്നില്ല എന്ന്. ഞങ്ങൾക്ക് ഇത് മാത്രം, ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കാര്യം മാത്രം നമ്മൾ റിട്രീവൽ ടു ട്രാൻസ്പ്ലാന്റ് പ്രക്രിയ ആലോചിച്ചാൽ അറിയാം എത്രയാണ് സർക്കാർ സംവിധാനം ഇതിന്റെ പിന്നിൽ നിൽക്കുന്നതെന്ന്. സർജനോ അല്ലെങ്കിൽ ഒരു എടുക്കുന്ന ഒരു ഡോക്ടറോ അല്ല അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ. എത്ര രൂപയാവും ആലോചിച്ചു. നമ്മൾ ഇതിനെ പൈസയിൽ കൗണ്ട് ചെയ്താൽ ഒരു 12 മണിക്കൂറിനുള്ളിൽ സർക്കാർ സംവിധാനം ചിലവാക്കുന്ന കോടികളായിരിക്കും ഒരു രോഗിക്ക് ഒരു ഹൃദയത്തുടിപ്പിന് വേണ്ടി ചിലവാക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം ഇത് ജീവകാരുണ്യമാണ്. മനസ്സിലായി? ജീവന് വേണ്ടിയുള്ള ഇതാണ്. അപ്പൊ ഏതറ്റം വരെയും ഒരു സർക്കാർ സംവിധാനം ഒരു പൗരന്റെ ജീവൻ രക്ഷിക്കാൻ പോകുമെന്നതിനുള്ളൊരു ദൃക്സാക്ഷ്യമാണ് ഇത് കംപ്ലീറ്റ്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലല്ല ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക്. കാരണം ഞാൻ അവയവദാനം നടത്തുന്ന ഏകദേശം 8-10 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയ എല്ലാം കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം കോടികളാണ് ഇതിനൊക്കെ ചാർജ് ചെയ്യുന്നത്. എല്ലാത്തിനും ചാർജബിൾ ആണ്. ആരും ഫ്രീ ആയിട്ടൊന്നും സർക്കാർ സംവിധാനത്തിൽ നിന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ എല്ലാ ഡോക്ടർമാരും ഞാൻ പറയുന്നതാണ്, എത്രത്തോളമാണ് സർക്കാർ സംവിധാനം ഇതിനു വേണ്ടി നമ്മളുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്രേ ഉള്ളൂ. നമ്മൾ ICUയിൽ കിടക്കുന്ന ഒരു രോഗി ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം, കറക്റ്റായിട്ട് സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫൈ ചെയ്ത് ബന്ധുക്കളുടെ അടുത്ത് ആ ഒരു കാര്യം വളരെ വിശദമായി പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവർക്ക് സന്നദ്ധമാണെങ്കിൽ നമ്മൾ അവയവ വിന്യാസത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. എന്നാൽ നമുക്കൊരു 4-5 പേരെ ജീവനിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇതിനാണ് സർക്കാർ ഈ സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുകയും ഡൊണേഷൻ നടക്കുന്ന പറയും 25. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബന്ധുക്കളുടെ സമ്മതക്കുറവ് കൊണ്ടല്ല. ഈ ഡോക്ടർമാർ മരണം നിർണ്ണയിക്കാത്തതും നിർണ്ണയിക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് ബന്ധുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഞാൻ സംസാരിച്ചില്ല, ഞാനിപ്പോൾ ഏകദേശം ഒരു 300 ദാതാക്കളുടെ ഫാമിലി എനിക്കറിയാം കഴിഞ്ഞ 12 വർഷമായിട്ട്. അവരെല്ലാവരും പറയുന്നു, അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്ത് നന്നായി ഡോക്ടറെ, ഞങ്ങൾക്കിപ്പോൾ എൻ്റെ മകന് വേറൊരിലൂടെ കാണാം. ഞങ്ങൾക്ക് കിട്ടിയത്, എൻ്റെ ഒരു മകൻ മരിച്ചത് എനിക്ക് കിട്ടിയത് 6 മക്കളെയാണ്. ഞങ്ങൾ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ഞങ്ങൾ അവൻ്റെ ഹൃദയത്തുടിപ്പ് കാണുന്നു. അല്ലെങ്കിൽ കൈ കൊടുത്ത ആൾക്കാർ പറയും ഞാൻ കയ്യിൽ മുമ്പ് വയ്ക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കൈ വെച്ച കേക്ക് മുറിച്ച് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. മോൻ ഇപ്പം ഞാൻ അതിനെ ദഹിപ്പിച്ചിരുന്നെങ്കിൽ അവൻ്റെ കൈയൊക്കെ ഭസ്മമായി ഞാൻ എവിടെയെങ്കിലും ഒരു സൂക്ഷിച്ചു വെച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഇത് അവൻ്റെ കൈ കൊണ്ട് മുറിച്ച കേക്കാണ് ഞാൻ അവൻ്റെ പിറന്നാളിന് കഴിക്കുന്നത്.
ആ ഒരു അപ്പോൾ ഞാൻ എപ്പോഴും ഡോക്ടർമാർ സംസാരിക്കും, ഞാൻ പറയും നിങ്ങൾ ആ ഒരു അമ്മയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ സഹോദരി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തടസ്സം നിൽക്കുന്നത്. ഒരു മസ്തിഷ്കമരണ നിർണ്ണയം നടത്താതിരിക്കുകയോ അല്ലെങ്കിൽ നടത്തിയാൽ അത് വളരെ വ്യക്തമായിട്ട് ആശയവിനിമയം നടത്തി ഒരു അവയവദാനത്തിന് സന്നദ്ധമാക്കുന്നൊരു സംവിധാനം ഒരുക്കി കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു വളരെ ആശ്വാസകരമായ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുകയാണ്. ഞാനിപ്പോഴും കാണുന്ന വെല്ലുവിളി ഡോക്ടർമാരുടെ ഇടയിൽ മസ്തിഷ്കമരണ നിർണ്ണയം ഒട്ടും പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത്. ഇത്രയും ഞാൻ പറഞ്ഞു, ഇത്രയും സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് ഇത്രയും സുതാര്യമായ കാര്യങ്ങൾ നടന്നിട്ടും ഡോക്ടർമാരും സ്വകാര്യ ആശുപത്രികളിൽ പോലും ബ്രെയിൻ സ്റ്റം എടുത്ത് ഒട്ടും ചെയ്യുന്നത് വളരെ കുറച്ച് ആശുപത്രികളാണ്. ഇപ്പം ഇന്ന് ആക്ച്വലി കണ്ണൂർ ആസ്റ്റർ മിംസിൽ ഒരു ഡൊണേഷൻ നടക്കുകയാണ്. ഒരു 17 വയസ്സായ ഒരു കുട്ടി ഇന്ന് ആക്സിഡൻ്റ് അല്ല, അവരുടെ ബന്ധം ഒന്ന് ആലോചിക്കണം. ഒരു അച്ഛനും അമ്മയും 17 വയസ്സായ ഒരു കുട്ടി മസ്തിഷ്കമരണം സംഭവിക്കുക, അവരുടെ മാതാപിതാക്കൾ അവയവദാനത്തിന് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തത്തിൽ, സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒന്നാണ്. ഇത്രയും വിങ്ങലിനിടയിലാണ് അവർ സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. 17 വയസ്സായ, ഞാൻ അതിശയിച്ചു പോയി. 17 വയസ്സായ 12 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പാരൻസ് ഇത്രയും അപ്രതീക്ഷിതമായ ആകസ്മികമായ ഒരു മരണസംഭവത്തിൽ പോലും വേറെ ആർക്കെങ്കിലും വേണ്ടി എൻ്റെ മകളുടെ അവയവം കൊടുക്കാൻ തയ്യാറാകുന്ന ആ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അവരെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല. എനിക്ക് അത്രയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണല്ലോ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത്. എന്താണ് ഈ സ്കിൻ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വിശദീകരിക്കാം? സ്കിൻ ബാങ്കിൻ്റെ പ്രാധാന്യം ബേസിക്കലി സ്കിൻ നമ്മുടെ നാച്ചുറൽ ഡ്രസ്സിംഗ് ആയിട്ട് ഉപയോഗിക്കാനാണ് പ്രധാനമായിട്ട്. ഇപ്പോൾ ഒരു 70% ബേൺസ്, 70% ദേഹം പൊള്ളലേൽപ്പിച്ച ആൾ, അല്ലെങ്കിൽ 80%, നമ്മൾ സാധാരണ അവരെല്ലാവരും മരിക്കുന്നത് അണുബാധ മൂലമാണ്, സെപ്സിസ് കാരണമാണ് അവർ മരിക്കുന്നത്. അതാണ് അവരുടെ മരണകാരണം. അപ്പോൾ ഓപ്പൺ വൂണ്ടായിരിക്കും, എല്ലാം ഇൻഫെക്റ്റഡ് ആവും. അപ്പോൾ ഇവരെ കവർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നാണ്. അപ്പോൾ മരിച്ച ആൾക്കാരുടെ സ്കിന്നെടുത്ത് നമ്മൾ ബാങ്കിൽ വയ്ക്കുന്നു, അതിൻ്റെ ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റി എല്ലാം നോക്കുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ പൊള്ളൽ വരുന്ന ആൾക്കാർക്ക് ഡ്രസ്സിങ് ആയിട്ട് വെച്ച് കൊടുക്കുക. ആക്ച്വലി ഇത് റീപ്ലേസ്മെൻ്റ് അല്ല, ഒരു ഡ്രസ്സിങ് ആണ്. അത് കഴിഞ്ഞ് അവരുടെ സ്കിൻ തന്നെ റിക്കവർ ചെയ്ത് വന്നോളും. അതായത് ഇത് ഗ്രാഫ്റ്റായിട്ട് വെക്കുന്നതല്ല, ഇത് ഒരു ബേൺസിൻ്റെ ഡ്രസ്സിങ് ആണ്. വളരെ ഏറ്റവും ബെസ്റ്റായിട്ട് വൂണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മുടെ തന്നെ സ്കിന്നെടുത്ത് വെക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു സ്കിൻ ഡ്രസ്സിങ് ആണ്. ഏറ്റവും കൂടുതൽ ഈ പൊള്ളലേറ്റ ആൾക്കാർക്ക് ഇതുപോലെ അണുബാധ വരാതിരിക്കാൻ വേണ്ടി ഓവർലൈൻ നമ്മൾ ഈ ബാൻഡേജൊക്കെ കെട്ടി വെക്കുന്നതിൽ സ്കിൻ വെച്ച് ഡ്രസ്സ് ചെയ്ത് വെക്കുക, അത് പെട്ടെന്ന് ഹീൽ ചെയ്യും. ഇപ്പോൾ ബാങ്ക് ഇനോഗ്രേറ്റ് ചെയ്തു, നമ്മൾ ഫസ്റ്റ് 2 സ്കിൻ ബാങ്ക് ഇപ്പോൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്കിൻ ബാങ്കിന്. ഇതേപോലെ തന്നെ നമ്മുടെ കോർണിയ, എത്രയോ അന്ധതയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് കോർണിയ കൊടുത്താൽ അവർ അടുത്ത ദിവസം കാഴ്ച കിട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ജീവാരണ്യ പ്രവർത്തനങ്ങളാണ്. ഇതിന് ഞാനെപ്പോഴും സമൂഹത്തിൽ അഭ്യർത്ഥിക്കുന്നതാണ്, ഡോക്ടർമാരുടെ അഭ്യർത്ഥിക്കുന്നതാണ്, നിങ്ങളിതിന് എന്താ പറയാൻ ഡിറ്റക്റ്റ് ചെയ്യണം, മസ്തിഷ്കമരണം നിർണ്ണയിക്കണം, സർട്ടിഫൈ ചെയ്യണം, ശാസ്ത്രീയമായി സർട്ടിഫൈ ചെയ്യണം, ആൾക്കാർക്ക് പറയണം ഡൊണേറ്റ് ചെയ്യണമെന്ന്. ഈ മറ്റൊന്ന് പിന്നെ നമ്മൾ എല്ലാ സംവിധാനവും പറയും, പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ആംബുലൻസ് ഡ്രൈവർമാർ അവർ ഇപ്പോഴാണ് നമ്മൾ എയർ ആംബുലൻസ് ഒക്കെ വരുന്ന മുമ്പ് അധികം സാധാ ആംബുലൻസിൽ കൊണ്ട് അല്ലെങ്കിൽ ആംബുലൻസിന് ആവശ്യമുണ്ട്. കാരണം ഉദാഹരണത്തിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാർട്ട് കൊണ്ടുപോയി ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് എയർലിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് എയർപോർട്ട് വരെ പോകാൻ സമയമുണ്ടല്ലോ, ആ സമയം ഇവരാണ് ഒരു ഏറ്റവും മിനിമം ടൈമിൽ എത്തിക്കുക എന്നുള്ളത്. അവരും ഇതേപോലെ അവരുടെ മനസ്സും ഈ ജീവൻ രക്ഷിക്കാനുള്ള ഒരു തുടിപ്പാണ് അവരുടെ മനസ്സിലും. അപ്പം ഞങ്ങൾ ഈയിടയ്ക്ക് നമ്മുടെ കൊട്ടിയം NS ഹോസ്പിറ്റൽ, കൊല്ലം NS ഹോസ്പിറ്റലിൽ നിന്ന് കിംസിലേക്ക് ലിവർ 40 മിനിറ്റ്സിലെത്തിച്ചു ഒരു ആംബുലൻസ് ഡ്രൈവർ. ഇതേപോലെ തന്നെ നമ്മൾ പണ്ട് കാലിക്കറ്റ് നിന്ന് ട്രിവാൻഡ്രത്ത് 3.5 hours കിഡ്നി എത്തിച്ചു. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ അതേപോലെ ഇത് മൊത്തം ഒരു സമൂഹത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഈ അവയവദാനം. അതിൽ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയോ അല്ല, ഇത് അങ്ങനെയല്ല. ഇതൊരു സമൂഹത്തിന്, എനിക്ക് തോന്നുന്നു കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് എല്ലാവരും എപ്പോഴും ആപത്ത് ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നായി നിൽക്കും. നമ്മൾ വെള്ളപ്പൊക്കത്തിലും ഇതിലെല്ലാം കണ്ടതാണ്. വെള്ളപ്പൊക്കത്തിലായിരുന്നാലും ശരി, വയനാട് ദുരന്തം, എല്ലാവരും ഒത്തിരി ആ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാടും നമ്മുടെ രാഷ്ട്രീയ ഇടപെടലുകളും
നമ്മുടെ നേതൃത്വത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ഒരു മോഡലാണ് കേരളം. അപ്പോൾ ഡോക്ടർ പറയുന്നത് പ്രധാനപ്പെട്ട് വേണ്ടത് അവബോധം തന്നെയാണ്. അത് പൊതുജനങ്ങൾക്ക് വേണം, ഡോക്ടർമാർക്ക് വേണം, ആശുപത്രി മുതലാളിമാർക്ക് വേണം, എല്ലാവർക്കും വേണം. നമ്മൾ കേരള സമൂഹം കൂടുതൽ വികസിച്ചു വരാണ്. സർക്കാരിന്റെ ഇടപെടൽ ഈ മേഖലയിൽ വളരെ സജീവമാണ്. ഈ പുതിയ തലമുറക്കകത്ത് ഇതിനുള്ള അവബോധം വരാൻ ഒരു പാഠപുസ്തകങ്ങളടക്കം ഇതിന്റെ ഒരു പ്രാധാന്യം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം എല്ലാ മേഖലയിലും ഈ രീതിയിലുള്ള ഒരു വികസനം വരും, കൂടുതൽ പേര് ഈ രംഗത്തേക്ക് വരും. കാരണം ഇങ്ങനെ മസ്തിഷ്ക മരണം കൂടുതൽ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് അവരുടെ രക്ഷിതാക്കൾ ഇതിന് പ്രാപ്തരായി ഒന്നിലേറെ പേർക്ക് ജീവൻ നൽകാൻ വേണ്ടി സാധിക്കും. അതിനുള്ള കൂടുതൽ ഇടപെടലുകളും ആ രീതിയിലേക്കുള്ള കേരള സമൂഹം ഒന്നും കൂടെ ഉയർത്തി നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.